കൊടുങ്കാറ്റുകളിൽ ഉലയാതെ നിന്ന നേതാവാണ് ബാലകൃഷ്ണപിള്ള. സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സ്ഥാനമാനങ്ങളോ പദവികളോ വിലങ്ങുതടിയാകാത്ത നേതാവ്. കേരളത്തിന് അർഹമായ റെയിൽവേ കോച്ച് ഫാക്ടറി ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് പഞ്ചാബിലേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ തകർന്നു വീണത് സംസ്ഥാനത്തെ തൊഴിൽ രഹിത സമൂഹത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു. കേരളത്തിന്റെ വികസന സാധ്യതകൾക്ക് ചിറകരിഞ്ഞ ആ നടപടിക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് അന്നത്തെ വൈദ്യുത റെയിൽവേ മന്ത്രി ബാലകൃഷ്ണപിള്ളയായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ വാക്കുകൾ കേരളത്തെ ഇളക്കിമറിച്ചു. തൊഴിൽ രഹിതരായ ജനലക്ഷങ്ങളുടെ നാവായി മാറുകയായിരുന്നു ബാലകൃഷ്ണപിള്ള. ആ വാക്കുകളുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കാതെ ബാലകൃഷ്ണപിള്ളയുടേത് പഞ്ചാബ് മോഡൽ പ്രസംഗമാണെന്ന് വിമർശനമുയർത്തി ചിലർ രംഗത്ത് വന്നു. സർദാർജിമാർ അവിടെ സമരം ചെയ്തതുപോലെ രാജകരേഖ ഖൽസ എന്ന് പറഞ്ഞ് സത്ശ്രീകാൽ എന്ന് പറഞ്ഞ് ഇറങ്ങണമെന്നല്ല ബാലകൃഷ്ണ ചേട്ടൻ പറഞ്ഞത്. പ്രാദേശിക കക്ഷികളുടെ സാങ്കത്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായി എന്തെങ്കിലും പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും വിചാരിച്ച് കാണില്ല. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടെടുത്ത സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തത് കൊണ്ട് പ്രാധാന്യം കൈവന്ന ഒരു പ്രസംഗം എന്ന് ഞാൻ അതിനെ വിലയിരുത്തുന്നുള്ളൂ. ഇതേ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തുവന്ന ബാലകൃഷ്ണപിള്ളയെ പിന്തുണയ്ക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ യുവസമൂഹം തയ്യാറായത് അദ്ദേഹത്തിന്റെ നിലപാടിന് കേരളം നൽകിയ അംഗീകാരത്തിന് തെളിവായിരുന്നു. DYFക്കാർ പിള്ളേർ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ വിളിച്ചു മുദ്രാവാക്യം തെരുവിൽ പിള്ള പറഞ്ഞത് ശരിയല്ലേ എന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇപ്പോൾ KM റായ് എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ പറഞ്ഞു അന്ന് കേരള കോൺഗ്രസ്സുകാർ R ബാലകൃഷ്ണപിള്ള പറഞ്ഞ പ്രസംഗത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന മുദ്രാവാക്യമെന്ന് KM റായ് പറഞ്ഞു. ഞാൻ ആ പ്രസംഗത്തിൽ ഉറച്ചില്ല. പക്ഷേ ഞാൻ ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ മനഃപൂർവ്വമായി വിട്ടുകളഞ്ഞു. വളരെയധികം എനിക്ക് താല്പര്യമുള്ള ശ്രീമതി ഇന്ദിരാഗാന്ധി നിങ്ങൾക്ക് ഓണസമ്മാനമായി തരാം എന്ന് പറഞ്ഞിരുന്ന കോച്ച് ഫാക്ടറി ഒരു ദിവസം രാവിലെ ആയപ്പോൾ കപൂർത്തലയ്ക്ക് പോയി. അപ്പോൾ ഈ കപൂർത്തലയ്ക്ക് കൊടുക്കാനുള്ള കാരണമായി രാജീവ് ഗാന്ധി പറഞ്ഞു. അപ്പോൾ രാജീവ് ഗാന്ധി അധികാരത്തുണ്ട്. രാജീവ് ഗാന്ധി പറഞ്ഞത് അവിടുത്തെ മൂവ്മെൻറ്റ് ഒന്ന് ശമിപ്പിക്കാൻ കേന്ദ്രത്തിൻ്റെ പല സ്ഥാപനങ്ങളും അങ്ങോട്ട് പോകണം, ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ്. അപ്പോൾ ആ വികാരത്തിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും കേന്ദ്രത്തിനെതിരായും ഇന്ത്യക്കെതിരായും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തതെങ്കിലേ വ്യവസായവും ആനുകൂല്യങ്ങളും കിട്ടുമെങ്കിൽ കേരളം അത് ആലോചിക്കേണ്ടി വരില്ലേ? എൻ്റെ ലോജിക്കാണ് അവിടെ പ്രധാനം. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ക്ലമേഷൻ കഴിഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞു, പക്ഷേ നമുക്കത് കഴിയില്ലല്ലോ. അപ്പോൾ ഈ നമുക്കത് കഴിയില്ലല്ലോ എന്നുള്ളതങ്ങ് വിട്ടു. 1985 അനുവദിച്ച കോച്ച് ഫാക്ടറി ഇപ്പോൾ വീണ്ടും 25 വർഷങ്ങൾക്ക് ശേഷം അനുവദിച്ചു. നേരെ മറിച്ച് അന്ന് ശക്തിയായിരുന്നെങ്കിൽ അന്ന് ഒരെണ്ണം കൂടെ അഡീഷണലായിട്ട് അനുവദിക്കുമായിരുന്നു. അന്ന് അനുവദിച്ചിരുന്നെങ്കിൽ അല്ല, ഇന്ന് ചിലവാക്കുന്നതിൻ്റെ 3/1 4/1 പണം പോലും ചിലവാക്കാതെ കോച്ച് ഫാക്ടറി കിട്ടുമായിരുന്നു. ഈ കോച്ചിൻ്റെ ദാരിദ്ര്യം നമുക്കുണ്ടാകില്ല. വാക്കുകളിൽ അഗ്നി ഒളിപ്പിച്ച വാഗ്മിയാണ് ബാലകൃഷ്ണപിള്ള. അത് ഒട്ടേറെ രാഷ്ട്രീയ ശത്രുക്കളെയും അദ്ദേഹത്തിന് സമ്മാനിച്ചു. മനസ്സിലിരിക്കുന്ന വിളിച്ച് പറയും. ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് വളരെ പറ്റിയ ഒരു സ്വഭാവമല്ല അത്. അന്യർക്ക് കേട്ടാൽ അപ്രിയം തോന്നുന്ന സത്യം ആകുന്നത് നമ്മൾ പറയരുതെന്നാണ്. ബാലകൃഷ്ണപിള്ളയ്ക്ക് ആ കാര്യം കുറച്ച് പ്രയാസമാണ്. മനസ്സിൽ തോന്നിയാൽ അദ്ദേഹം വിളിച്ച് പറയും. പുള്ളിക്ക് മനസ്സിലുള്ളത് വിളിച്ച് പറയാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. പിന്നെ അത് ഭംഗിയായിട്ട് പറയാൻ, നല്ല ഭാഷയിൽ പറയാൻ അറിയാവുന്നതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ അതൊക്കെ ഒരു വിദ്വേഷത്തോടു കൂടി പറയുന്നത്, ഒരു ദുരുദ്ദേശത്തിൽ പറയുന്നതല്ല. പുള്ളിക്ക് പറഞ്ഞു വരുമ്പോൾ തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വാചാലത പുറത്തു വരും. ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാടവം കൊണ്ട് ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഇപ്പോഴും ഒരു 2 മണിക്കൂറൊക്കെ അനായാസം പ്രസംഗിക്കാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അത് വെറും പ്രസംഗമല്ല, ആ പ്രസംഗം ആൾ കേട്ടിരിക്കും. അപ്പോൾ ജനങ്ങളെ ഇളക്കാനും ജനങ്ങളെ ആവേശം കൊള്ളിക്കാനും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു വലിയ കഴിവ് ശ്രീ R ബാലകൃഷ്ണപിള്ളയ്ക്ക് പണ്ട് കൊച്ചിലെ തൊട്ടേ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നാക്കാണ് അദ്ദേഹത്തിൻ്റെ ശക്തി, നാക്കാണ് അദ്ദേഹത്തിൻ്റെ ശത്രു. രണ്ടും ഒരുപോലെ തന്നെയാണ്.